1927 ഒക്ടോബർ 6 ന്യൂയോർക്കിലെ വാർണർ ബ്രദേഴ്സ് തിയേറ്ററിൽ ദ ജാസ് സിംഗർ എന്ന പേരിൽ ഒരു പടത്തിന്റെ പ്രീമിയർ ഷോ നടക്കുന്നു. സിംഗ്രണൈസ് മ്യൂസിക്, സിംഗിങ്, ഡയലോഗുകൾ എന്നിവയുള്ള ആദ്യത്തെ ശബ്ദചിത്രം. അതിനു മുമ്പും സിംഗ്രണൈസ് സൗണ്ട് ചലച്ചിത്രങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതൊക്കെ തെരഞ്ഞെടുത്ത ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നു. ജാസ് സിംഗർ എന്ന ചിത്രം ആ സാങ്കേതിക വിദ്യയെ അതിന്റെ അടുത്ത ലെവലിലേക്ക് ഉയർത്തി. സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു ടെക്നിക്കൽ അപ്ഗ്രേഡ് മാത്രമായിരുന്നില്ല, ആ കലാരൂപത്തിന്റെ തന്നെ അടിസ്ഥാനപരമായ ഒരു രൂപപരിണാമത്തിന് അത് വഴിവെച്ചു. പല തിയേറ്ററുകൾക്കും അന്ന് സാങ്കേതിക പരിമിതി കാരണം ആ ചിത്രവും അതുവരെ കാണിച്ചിരുന്ന ചിത്രങ്ങൾ പോലെ നിശബ്ദ ചിത്രമായി തന്നെ പ്രദർശിപ്പിക്കേണ്ടി വന്നു. പക്ഷെ എന്തായാലും ഒരു കാര്യം അതോടെ ഉറപ്പായി, ഇനി അങ്ങോട്ടുള്ള കാലം സിനിമകളിൽ ഡയലോഗുകൾക്ക് മുമ്പത്തെക്കാളൊക്കെ പ്രാധാന്യമുണ്ടാകും. എന്നാൽ ചാർലി ചാപ്ലിൻ ഈ ടാക്കി സിനിമകളുടെ അത്ര വലിയ ഫാനൊന്നും ആയിരുന്നില്ല. എന്റർടൈൻമെന്റ് വിത്തൗട്ട് ചാം എന്നാണ് അദ്ദേഹം ഈ ടോക്കി സിനിമകളെ വിളിച്ചത്. ചാപ്ലിൻ തുടർന്ന് അങ്ങോട്ടും നിശബ്ദ ചിത്രങ്ങൾ തന്നെ നിർമ്മിച്ച് മുന്നോട്ട് പോയി. അദ്ദേഹം 1928 നിർമ്മിച്ച സർക്കസ് എന്ന ചിത്രം ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റു സിനിമകളായിട്ടുള്ള ഗോൾഡ് റഷ് പോലെയോ അല്ലെങ്കിൽ സിറ്റി ലൈറ്റ്സ് പോലെയോ ഒന്നും പ്രസിദ്ധമല്ലായിരിക്കാം. പക്ഷേ അവയെക്കാളൊക്കെ നർമ്മം അതിൽ കൂടുതലായിട്ടുണ്ട്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഈ സിനിമ നടക്കുന്നത് ഒരു സർക്കസ് കൂടാരത്തിന്റെ അകത്താണ്. ഒരു ലവ് ട്രയാങ്കിൾ ആണ് ഈ സിനിമ. ചാപ്ലിന്റെ ട്രാമ്പ് എന്ന കഥാപാത്രത്തിന് സർക്കസ് ഉടമയുടെ മകളോട് പ്രേമമാണ്. എന്നാൽ അവർക്കാകട്ടെ ഇഷ്ടം ഞാണിന്മേൽ കളി നടത്തുന്ന ഒരു അഭ്യാസിയാണ്. ഈ സിനിമ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയാണ് അതിന്റെ ചിത്രീകരണം പൂർത്തിയാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രോസസ്സിംഗ് എറർ കാരണം ഫിലിമിൽ സ്ക്രാച്ച് വീണ് ആദ്യത്തെ 1 മാസം എടുത്തതൊക്കെയും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതിനു പിന്നാലെ സെറ്റിലുണ്ടായ തീപിടുത്തം കാരണം $40,000 നഷ്ടം വന്നു. സെറ്റിലെ പ്രോപ്പുകളും കോസ്റ്റ്യൂമും എല്ലാം കുറെ നശിച്ചുപോയി. ഇതിനിടയിൽ നടന്ന ഡിവോഴ്സ് ബാറ്റിൽ കാരണവും ഒരു 9 മാസത്തോളം ഡിലേ വരുന്നുണ്ട്. ഈ സിനിമയിലെ നായിക ചാപ്ലിന്റെ ഭാര്യയുടെ അടുത്ത സ്നേഹിതയായിരുന്നു. അവരുമായി ചാപ്ലിന് ഒരു രഹസ്യ ബന്ധവും ഉണ്ടായിരുന്നു. പിന്നെ കുരങ്ങന്മാരെ തലയിൽ വെച്ച് ടൈറ്റ് റോപ്പിന്മേലുള്ള സ്റ്റണ്ടുകൾ 700-ലധികം ടേക്ക് പോകേണ്ടി വന്നിരുന്നു. ഇതിനിടയിൽ ഈ കുരങ്ങന്മാർ ചാപ്ലിനെ പലതവണ മാന്തി പറിച്ചു. ഇതിന്റെ പേരിൽ 6 ആഴ്ചയോളം ചാപ്ലിന് ചികിത്സയിൽ കഴിയേണ്ടിയും വന്നു. അതുപോലെ ചാപ്ലിന്റെ കഥാപാത്രം ഒരു സിംഹത്തോടൊപ്പം കൂട്ടിനുള്ളിൽ പെട്ടുപോകുന്ന സീൻ ചിത്രീകരിക്കുമ്പോഴും വല്ലാത്ത ടെൻഷനായിരുന്നു. ഈ സിംഹം പറയുമ്പോൾ പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള പരിചയസമ്പന്നനായിട്ടുള്ള ഒരു നടനായിരുന്നുവെങ്കിലും ജനപ്രിയ നടനെ തന്റെ മൃഗം ആഹരിച്ചു കളയുമോ എന്ന ഭയം അതിന്റെ ട്രെയിനർക്ക് ഈ ഷൂട്ട് തീരുവോളം ഉണ്ടായിരുന്നു. ഇതിന് പുറമെയും സർക്കസ് എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ചാപ്ലിൻ തന്റെ ജീവൻ അപകടത്തിലാക്കിയ നിരവധി സാഹസിക രംഗങ്ങൾ ഒറിജിനൽ സിംഹത്തോടൊപ്പം കൂട്ടിൽ കഴിച്ചുകൂട്ടിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും ആ അധ്വാനമെല്ലാം സിനിമ ബോക്സ് ഓഫീസിൽ എത്തിയപ്പോൾ മുതലായി. ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി ഓടി. 1929 ആദ്യത്തെ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ എഴുത്തിലും അഭിനയത്തിലും സംവിധാനത്തിലും നിർമ്മാണത്തിലുമൊക്കെ ഒരുപോലെ പുലർത്തിയ മികവിന്റെ പേരിൽ ചാപ്ലിന് ഒരു സ്പെഷ്യൽ മെൻഷൻ കിട്ടുന്നുണ്ട്. 1930 ആയപ്പോഴേക്കും വാർണർ ബ്രദേഴ്സിന് പുറമെ MGM, പാരമൗണ്ട് സ്റ്റുഡിയോസ്, ഫോക്സ് അടക്കമുള്ള ഒട്ടുമിക്ക ചലച്ചിത്ര നിർമ്മാണ കമ്പനികളും സൗണ്ട് ടോക്കീസ് ഫോർമാറ്റിലേക്ക് തങ്ങളുടെ സിനിമകളെ മാറ്റി. നിശബ്ദ ചിത്രങ്ങളിൽ കലക്കൻ പെർഫോമൻസുകൾ നടത്തിക്കൊണ്ടിരുന്ന പല നടന്മാർക്കും അവരുടെ ശബ്ദത്തിലെയും ഉച്ചാരണത്തിലെയും ഒക്കെ പോരായ്മകൾ കാരണം പുതിയ ഫോർമാറ്റിൽ ശോഭിക്കാൻ പറ്റാതെയായി. കാലം ഇങ്ങനെ ശബ്ദചിത്രങ്ങളുടെ പിന്നാലെ പോയി തുടങ്ങിയിട്ടും ചാപ്ലിൻ തന്റെ നിശബ്ദ ചിത്രങ്ങളുടെ നിർമ്മാണം തുടർന്നുപോയി. രണ്ടിനും ഭാവിയുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. മറ്റേതെങ്കിലും ആക്ടർ ആയിരുന്നെങ്കിൽ ശബ്ദചിത്രങ്ങളുടെ അതിപ്രസരത്തിനിടയ്ക്ക് നിശബ്ദചിത്രങ്ങളും കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പോയിരുന്നേനെ. എന്നാൽ ചാർലി ചാപ്ലിൻ അപ്പോഴേക്കും ആർജിച്ചു കഴിഞ്ഞിരുന്ന പ്രസിദ്ധി അദ്ദേഹത്തെ അതിന് സഹായിച്ചു. അദ്ദേഹത്തിന് മൈം സ്വഭാവത്തിലുള്ള അഭിനയത്തിന് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഭാഷാഭേദം കൂടാതെ ലോകത്തിൽ എവിടെയുമുള്ള കാണികൾക്ക് ഇത് കണ്ട് ആസ്വദിക്കുക എളുപ്പമാണ്. ചാപ്ലിന്റെ ഭാവപ്രകടനങ്ങൾ, ബോഡി ലാംഗ്വേജ്, മാനറിസങ്ങൾ എന്നിവയ്ക്ക് സംസ്കാരഭേദമന്യേ ലോകമെങ്ങും സ്വീകാര്യത കിട്ടി. തന്റെ കഥാപാത്രമായ ട്രാമ്പ് സംസാരിക്കുന്ന കാര്യം ചാപ്ലിന് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, എങ്ങാനും ട്രാമ്പിനെ കൊണ്ട് സംസാരിപ്പിക്കണമെങ്കിൽ അത് ഏത് ഭാഷയിലാകും, ഏത് ആക്സെന്റിലാകും എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് കാര്യമായ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കസിന് ശേഷം അദ്ദേഹം നിർമ്മിച്ച ചിത്രമായ സിറ്റി ലൈറ്റ്സും സൈലന്റ് മൂവിയായിരുന്നു. ശബ്ദത്തോടല്ലായിരുന്നു ചാർലിക്ക് വിരോധം, ഡയലോഗുകളോട് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പശ്ചാത്തല സംഗീതം കൊണ്ട് കഥാപാത്രങ്ങളുടെ ഭാവങ്ങൾക്ക് മിഴിവ് നൽകാൻ അദ്ദേഹത്തിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. സിറ്റി ലൈറ്റ്സ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ചിത്രങ്ങളുടെയും പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത് ചാപ്ലിൻ തന്നെയാണ്. ഏറെ ഹൃദയഹാരിയായിട്ടുള്ളൊരു കഥയാണ് സിറ്റി ലൈറ്റ്സിൻ്റെത്. ട്രാഫിക് ജാമിനിടെ റോഡിലൂടെ നടന്നു വരികയായിരുന്ന ട്രാമ്പ് ഒരു ലിമോസിന്റെ ഒരു വശത്തെ ഡോർ തുറന്ന് അകത്ത് കയറി മറുവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അന്ധയായിട്ടുള്ള ഒരു പൂവിൽപ്പനക്കാരിയുടെ മുന്നിലേക്കാണ്. അന്നത്തെ കാലത്താണെങ്കിൽ അത്രയ്ക്ക് പൈസക്കാരായവരുടെ പക്കൽ മാത്രമേ കാറുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പൂക്കാരി ഇയാളൊരു ധനികനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റാൻ ട്രാമ്പ് ശ്രമിക്കുന്നുമില്ല. പിന്നീട് അങ്ങോട്ട് രസകരമായ നിരവധി സിറ്റുവേഷനുകളിലൂടെ ഈ കഥ കടന്നു പോകും. പൂക്കാരിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന പണം വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ട്രാമ്പ് പിന്നീട് മറ്റൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ മോഷണക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലാകും. ഈ ട്രാമ്പ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ പൂക്കാരി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കാഴ്ച കിട്ടി സ്വന്തമായി ഒരു പൂക്കടയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. യാദൃച്ഛികമായിട്ട് കടയ്ക്ക് മുന്നിലെത്തുന്ന ട്രാമ്പിന് ഈ പൂക്കാരി കണ്ട് തിരിച്ചറിയുന്നില്ല. ഓപ്പറേഷനുള്ള പണം തന്നയാൾ താൻ തന്നെയാണ് എന്ന് അവളോട് അയാൾ പറയാൻ നിൽക്കുന്നുമില്ല.
ഈ ട്രാമ്പിനെ കണ്ട് സഹതാപം തോന്നുന്ന പൂക്കാരി ഒരു പൂവും ഒരു നാണയവും അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് അവളുടെ കൈ യാദൃശ്ചികമായി അയാളുടെ കയ്യിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാകുന്നു. നിങ്ങളോ എന്ന് അവൾ ചോദിക്കുന്നു. നിനക്കിപ്പോൾ കാണാമല്ലേ എന്ന് അയാൾ. അതെ, എനിക്കിപ്പോൾ കാണാം എന്ന് സന്തോഷാശ്രു പൊഴിച്ചുകൊണ്ട് അവൾ മറുപടി പറയുന്നു. സന്തോഷവും ഭയവും ആത്യന്തികമായി തികഞ്ഞ വൾണറബിലിറ്റിയും ഒക്കെ മിന്നിമായുന്ന ട്രാമ്പിന്റെ മുഖത്തു നിന്ന് ഫെയ്ഡ് ഔട്ട് ചെയ്തുകൊണ്ട് ഈ സിനിമ അവസാനിക്കുമ്പോൾ കാണികളുടെ ഹൃദയങ്ങളെയും അത് വല്ലാതെ സ്പർശിക്കും. ശബ്ദചിത്രങ്ങൾ കൊട്ടകൾ കീഴടക്കി തുടങ്ങി 4 വർഷത്തിന് ഇപ്പുറമാണ് സിറ്റി ലൈറ്റ്സ് എന്ന ചാപ്ലിന്റെ ഈ നിശബ്ദ ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. അതൊരു മികച്ച ബോക്സ് ഓഫീസ് വിജയം നേടിയെന്നത് മാത്രമല്ല, നിരൂപകരിൽ നിന്നും അകമഴിഞ്ഞ പ്രശംസ നേടാൻ സിറ്റി ലൈറ്റ്സിനായി. ചാപ്ലിന് തന്റെ ചിത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഇതേ ചിത്രം തന്നെയാണ്. 1931 ചാപ്ലിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കൂടി കടന്നു വരുന്നു. അതായിരുന്നു പോളറ്റ് ഗോദാർഡ്. ഏതൊരു പാർട്ടിയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ യുവതിയോട് ചാപ്ലിന് പ്രഥമ ദർശനത്തിൽ തന്നെ പ്രണയമുദിക്കുന്നു. പോളറ്റിന്റെ നർമ്മബോധവും അഭിനയബോധവും ആത്മവിശ്വാസവും എല്ലാം ചാപ്ലിനെ അവരിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. അന്ന് റോച്ച് സ്റ്റുഡിയോസിന്റെ കീഴിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്ന പൗലറ്റിനെ അവർ ചോദിച്ച നഷ്ടപരിഹാരം നൽകിയാണ് അദ്ദേഹം സ്വന്തം സ്ഥാപനത്തിലേക്ക് പറിച്ചു നടന്നത്. അത് അവർക്കിരുവർക്കുമിടയിൽ പ്രൊഫഷണലും വ്യക്തിപരവുമായിട്ടുള്ള ഒരു ഗാഢബന്ധത്തിന്റെ തുടക്കമായിരുന്നു. ഏതാണ്ട് 10 വർഷത്തോളം കാലം അത് കെട്ടുറപ്പോടെ തന്നെ തുറന്നുപോയി. ചാപ്ലിൻ്റെതായിട്ട് അടുത്ത് പുറത്തു വരുന്ന സിനിമ 1936 റിലീസായ മോഡേൺ ടൈംസ് ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലോകത്തെ ആകെ ഗ്രസിച്ചിരുന്ന സമയം. അതുമൂലം ഉണ്ടാകുന്ന സാമൂഹിക രാഷ്ട്രീയ കോളിളക്കങ്ങളാണ് ഈ സിനിമയ്ക്കുള്ള പ്രചോദനം. വളരെ കൃത്യമായ പൊളിറ്റിക്സ് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. യന്ത്രങ്ങൾ മനുഷ്യന്റെ ജീവിതം എളുപ്പത്തിലാക്കാൻ വേണ്ടിയുള്ളതാകണം, അല്ലാതെ തൊഴിലില്ലായ്മയുടെ കയങ്ങളിലേക്ക് അവനെ തള്ളിവിടുക എന്നതാകരുത് യന്ത്രവൽക്കരണത്തിന്റെ ഫലം. തനിക്ക് വേണ്ടതെല്ലാം വൻതോതിൽ നിർമ്മിക്കാനുള്ള മനുഷ്യന്റെ ശേഷി തന്നെ അവനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത് കണ്ടപ്പോൾ ചാപ്ലിൻ ശ്രമിക്കുന്നത് സിനിമ എന്നതിന്റെ കലയിലൂടെ ആ സാഹചര്യത്തെ കളിയാക്കാനാണ്. വ്യവസായവൽക്കരണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന സാധാരണക്കാരനായ മനുഷ്യനെയാണ് മോഡേൺ ടൈംസ് എന്ന ചിത്രം മുന്നോട്ട് വെക്കുന്നത്. ഈ സിനിമ ഫാക്ടറികളിലേക്ക് ഒഴുകിയെത്തുന്ന തൊഴിലാളികളെ കാണിക്കുന്നത് വരിവരിയായിട്ട് നടന്നു പോകുന്ന ആടുകളെ പോലെയാണ്. ഈ സിനിമയിലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു രംഗത്തിൽ തൊഴിലാളികളെ ജോലിക്ക് ഭംഗം വരാത്ത രീതിയിൽ ആഹാരം കഴിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ഓട്ടോമാറ്റിക് ഫീഡിംഗ് മെഷീന്റെ പ്രവർത്തന തകരാറ് കാരണം ഉണ്ടാകുന്ന പുകിലുകൾ നമുക്ക് കാണാം. നമുക്ക് പലർക്കും ഓർമ്മ കാണാനിടയുള്ള മറ്റൊരു രംഗം കൂടി ഈ സിനിമയിലുണ്ട്. ഒരേ കാര്യം തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാക്ടറി ജീവനക്കാരനായിട്ടുള്ള ചാപ്ലിനോട് ഇനിയും കൂടുതൽ വേഗത്തിൽ അതേ പണി തന്നെ എടുക്കാൻ കങ്കാണി ആവശ്യപ്പെട്ട് അതിനുവേണ്ടി ആയാസപ്പെട്ട ഒടുവിൽ ചാപ്ലിനെ ആ യന്ത്രം വിഴുങ്ങുന്നതും യന്ത്രത്തിലൂടെ അകത്തേക്ക് പോകുന്ന അയാളെ ചക്രങ്ങൾ തിരിച്ച് ഈ കങ്കാണി തിരികെ പുറത്തിറക്കുന്നതും ഒടുവിൽ കൈകളുടെ അതിവേഗത്തിലുള്ള തുടർച്ചലനം നിയന്ത്രിക്കാനാകാതെ ചാപ്ലിൻ കങ്കാണിയുടെ ദേഹത്ത് സ്പാനർ വെച്ച് 2 തിരിതിരിക്കുന്നതൊക്കെ കണ്ടാൽ ആരായാലും തലയെറിഞ്ഞ് ചിരിച്ചു പോകും. സോഷ്യൽ ഡ്രാമ, കോമഡി, മെലോ ഡ്രാമ എന്നീ 3 ജോണറുകളുടെ പെർഫെക്റ്റ് മിക്സാണ് മോഡേൺ ടൈംസ് എന്ന ഈ ചിത്രം. ട്രാമ്പ് എന്ന കഥാപാത്രമായി ചാപ്ലിൻ അവസാനമായി വെള്ളിത്തിരയിൽ എത്തുന്ന ഈ ചിത്രം പതിവിന് വിരുദ്ധമായി ട്രാമ്പും അദ്ദേഹത്തിന്റെ കാമുകിയും കൈകോർത്തു പിടിച്ച് ചക്രവാളത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു രംഗത്തിലാണ് അവസാനിക്കുന്നത്. 1936 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരു ചാപ്ലിൻ ചിത്രം. ഈ സിനിമയുടെ പ്രീമിയറിന് പോകാൻ പോലും ചാപ്ലിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പണം വാരിയെന്ന് മാത്രമല്ല, നിരൂപകർക്കിടയിലും മികച്ച അഭിപ്രായങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും മോഡേൺ ടൈംസ് ഒരേപോലെ സ്വീകരിക്കപ്പെടുകയുണ്ടായില്ല. ജർമ്മനിയിൽ നിന്ന് ഭരണത്തിലുണ്ടായിരുന്ന നാസി ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ചായവിന്റെ പേരിൽ ഈ സിനിമ രാജ്യത്ത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ചാപ്ലിന് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീന ശക്തിയാണ് സത്യത്തിൽ അവരെ ഭയപ്പെടുത്തിയത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പ്രതിപത്തി പുലർത്തുന്ന ഗവൺമെന്റിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഈ സിനിമയ്ക്ക് ശേഷം FBI ചാർലി ചാപ്ലിനെ അവരുടെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. ഈ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ചാപ്ലിൻ പൗലറ്റുമായി ഒരു ചൈന പര്യടനത്തിന് പോകുന്നു. ആ യാത്രക്കിടയിൽ അവർ വിവാഹിതരാകുന്നു. എന്നാൽ താൻ വീണ്ടും വിവാഹിതനായ വിവരം ചാപ്ലിൻ പ്രസിൽ നിന്ന് അപ്പോൾ ഒളിച്ചു വെക്കുന്നു. അങ്ങനെയൊക്കെയാണ് 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. പോളണ്ടിൽ നിന്ന് പിന്മാറാത്തതിന്റെ പേരിൽ ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധം ചാപ്ലിന്റെ അടുത്ത സിനിമയുടെ, ചാപ്ലിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നിന്റെ പശ്ചാത്തലമായി. ഒരല്പം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ 1889 ഏപ്രിൽ മാസത്തിൽ ലോകത്തിന്റെ 2 വ്യത്യസ്ത കോണുകളിലായി ദിവസങ്ങൾ ഇടവിട്ട് 2 ആൺകുഞ്ഞുങ്ങൾ പിറന്നു വീണ്ടിരുന്നു. അവരിൽ ഒരാളെ ലോകം തികഞ്ഞ വെറുപ്പോടെയും ഭീതിയോടെയും കണ്ടു. രണ്ടാമനെ കണ്ടാലുടൻ മനുഷ്യരായി പിറന്നവരിൽ ആരും ചിരിച്ചു പോകുമായിരുന്നു. അദ്ദേഹത്തെ ഈ ലോകത്തിൽ ഏതാണ്ട് എല്ലാവരും തന്നെ സ്നേഹിച്ചു, ആരാധനയോടെ കണ്ടു. അവർക്കിടയിലെ സാമ്യങ്ങളും ചിരിച്ചു തള്ളാവുന്നവയായിരുന്നില്ല. രണ്ടുപേരുടെയും മുഖങ്ങൾ കാണാൻ ഏതാണ്ട് ഒരുപോലെ ഇരുന്നു. രണ്ടുപേരുടെയും മീശകൾ പോലും ഒരുപോലെയായിരുന്നു. രണ്ടുപേർക്കും ദാരിദ്ര്യവും കഷ്ടതകളും നിറഞ്ഞ ബാല്യമാണ് ഉണ്ടായിരുന്നത്. കുടുംബ പശ്ചാത്തലങ്ങളിലും ഉണ്ടായിരുന്നു കാര്യമായ സാമ്യങ്ങൾ. ഒന്നാമൻ ജനപിന്തുണയ്ക്ക് വേണ്ടി രണ്ടാമന്റെ മീശ കോപ്പി അടിച്ചതാണ് എന്നൊരു ആക്ഷേപം പോലും അന്ന് ശക്തമായിരുന്നു. ഒന്നാമത്തെ ആൾ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന ഒരു സ്വേച്ഛാധിപതി ആയിരുന്നുവെങ്കിൽ രണ്ടാമൻ ചലച്ചിത്ര ലോകത്തെ മിന്നും താരമായിരുന്നു. അധികം വൈകാതെ ഈ രണ്ടുപേരുടെയും ജീവിതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാനിരിക്കുകയായിരുന്നു.
നേരിട്ടല്ല വെള്ളിത്തിരയിൽ. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് അധികം വൈകാതെ ഹംഗേറിയൻ പേരുകളുള്ള ബ്രിട്ടീഷ് സംവിധായകനായ അലക്സാണ്ടർ കോഡ ചാർലി ചാപ്ലിന് മുന്നിൽ ഒരു നിർദ്ദേശം വെക്കുന്നു. താങ്കൾക്കും സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർക്കും തമ്മിലുള്ള രൂപസാദൃശ്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സിനിമ എടുക്കണം. ചാപ്ലിൻ ആദ്യം ആ ഉപദേശം ഗൗരവത്തിൽ എടുത്തില്ല എങ്കിലും പിന്നീട് അദ്ദേഹം അതേപറ്റി ഓർത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആ സാമ്യതകൾ കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ഹിറ്റ്ലറുടെ പ്രസംഗങ്ങളും മറ്റ് പ്രകടനങ്ങളുമൊക്കെ ചാപ്ലിനെ വളരെയധികം സ്വാധീനിച്ചിരുന്ന ഒരു കാലമാണത്. ഇരുവർക്കും തമ്മിൽ മറ്റൊരു തരത്തിൽ നോക്കിയാൽ സാമ്യങ്ങൾ വേറെയുമുണ്ട്. ചാപ്ലിൻ തൻ്റെതായ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരാളാണ്. ഹിറ്റ്ലറെ പോലെ ഡെമോക്രസി എന്ന വാക്ക് ചാപ്ലിൻ്റെയും ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്നില്ല. 1938 ആയപ്പോഴേക്കും യൂറോപ്പിലെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെ ഒരു സറ്റയറിന് വേണ്ടി വെമ്പിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് നാസിസത്തിന്റെ ഒരു പാരഡി എന്ന മട്ടിൽ യുദ്ധവരെയോടുള്ള വിമർശനമായി ചാപ്ലിൻ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഈ സിനിമയിൽ സമാന്തരമായി ഒരുമിച്ച് പോകുന്ന 2 ത്രെഡുകളാണുള്ളത്. ഒന്ന്, യുദ്ധത്തിൽ പരിക്കേറ്റ ശേഷം ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പാവം ജൂത ബാർബറുടെ ജീവിതം. 2, അഡിനോയിഡ് ഹിങ്കിൾ എന്ന അതിക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയുടെ ജീവിതം. ഈ ഹിങ്കിൾ ഹിറ്റ്ലറുടെ സ്പൂഫാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഹിങ്കിളിന് പുറമെ സിനിമയിൽ നെപ്പോളിയനി എന്നൊരു കഥാപാത്രം കൂടിയുണ്ട്. രൂപത്തിലും ഭാവത്തിലും അത് മുസോളിനിയുടെ ഡ്യൂപ്പായിരുന്നു. ഇതിനു പുറമെ ഗീബൽസിന്റെ ഡ്യൂപ്പായി ഗാർബേജ് എന്ന മറ്റൊരു ഉപദേശി കഥാപാത്രം കൂടി ഹിങ്കിളിന്റെ അനുയായിട്ടുണ്ട്. ഈ സിനിമയിലെ സറ്റയർ കുറെ കൂടി ഡീപ്പാണ്. പരിക്കുപറ്റി ഓർമ്മ നഷ്ടപ്പെട്ട് 12 വർഷത്തോളം ഒരു അസൈലത്തിൽ കിടന്ന ശേഷം ഈ ജൂത ബാർബർ ജൂത ഗെറ്റോയിലുള്ള തന്റെ കടയിലേക്ക് തിരികെ വരികയാണ്. അതിനിടയിൽ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചൊന്നും അയാൾക്ക് യാതൊരു ബോധവുമില്ല. ഹിങ്കൽ അതിനിടെ ഉഗ്രപ്രതാപിയായ ഒരു സ്വേച്ഛാധിപതിയായി മാറിയതിനെക്കുറിച്ചോ അയാളുടെ കിങ്കരന്മാർ ജൂതന്മാരെ തെരുവുകൾ തോറും ഓടി നടന്ന് വേട്ടയാടുന്നതിനെ കുറിച്ചോ ഒന്നും ആ പാവത്തിന് അറിവില്ല. നാസികളുമായി ആദ്യമായി മുട്ടുന്ന നിമിഷം തൊട്ട് ഇയാൾ പോരാട്ടത്തിലാണ്. ഇതിനിടയിൽ അയൽവക്കക്കാരിയായ ഹന്ന എന്ന സുന്ദരിയുമായി ഇയാൾ പ്രണയത്തിലുമാവുന്നുണ്ട്. ഒടുവിൽ ഈ ഗെറ്റോ റെഡി എന്ന ഹിങ്കിളുടെ പോലീസ് ഈ ബാർബറെ പിടികൂടി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ ക്യാമ്പിൽ നിന്നൊരു ദിവസം ബാർബർ ഒരു പട്ടാള യൂണിഫോം ധരിച്ച് കടന്നു കളയുന്നു. അതേ ദിവസം തന്നെ ഹിങ്കൽ സിവിലിയൻ കോസ്റ്റ്യൂമിൽ ഡക്ക് ഹണ്ടിങ്ങിനും ഇറങ്ങി പുറപ്പെടുന്നു. ഒടുവിൽ ഇതേ ഹിങ്കലിന്റെ പട്ടാളം ഇവർ തമ്മിലുള്ള അപാരമായ രൂപസാദൃശ്യം കാരണം ഹിങ്കലിനെ ബാർബറാണെന്ന് കരുതി പിടികൂടി തടവിലിടുന്നു. അതേസമയം ബാർബറെ ഇവർ ഹിങ്കലാണെന്ന് കരുതി മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും കൂട്ടുന്നു. അവിടുന്ന് അങ്ങോട്ട് അവനവൻ്റേതല്ലാത്ത ഒരു പരിചയമില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ 2 പേരും കിടന്ന് തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഹാസ്യം പ്രേക്ഷകനെ കുടുകൂടാ ചിരിപ്പിക്കുമെങ്കിലും സിനിമയുടെ ക്ലൈമാക്സിൽ ചാപ്ലിൻ തൻ്റെ കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടന്ന് പ്രേക്ഷകനോടായി 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സുദീർഘ പ്രസംഗത്തിന് മുതിരുന്നു. അതിൽ പിന്നെ തമാശകളില്ല, കളിച്ചിരികളുമില്ല. പിന്നെ നമ്മൾ കേൾക്കുന്നത് വളരെ വൈകാരികമായ ഒരു ആഹ്വാനമാണ്. യുദ്ധവരിക്കെതിരെ, സ്വേച്ഛാധിപത്യത്തിനെതിരെ, മനുഷ്യത്വത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, സഹാനുഭൂതിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം. ഈ പ്രസംഗത്തിലൂടെ ചാപ്ലിൻ ലോകത്തിലെ സ്വേച്ഛാധിപതികളെ, അവർ പ്രകടിപ്പിക്കുന്ന അത്യാർത്തിയെ, നിഷ്ഠുരതകളെയെല്ലാം തള്ളിപ്പറയാൻ തൻ്റെ പ്രിയപ്പെട്ട കാണികളോട് നെഞ്ചിൽ കൈവച്ച് പറയുന്നുണ്ട്. ആ സിനിമ തീരുമ്പോൾ കാണികളിൽ പ്രതീക്ഷ വന്നു നിറയും. ചാപ്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ രാഷ്ട്രീയമായി മാത്രമല്ല സാങ്കേതികമായി കൂടി ഒരു ചലഞ്ചായിരുന്നു. കാരണം ഇതായിരുന്നു ചാപ്ലിൻ്റെ ആദ്യത്തെ ടോക്കി ഫിലിം. അന്നുവരെ നിശബ്ദ ചിത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ചാപ്ലിന് ഈ സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ക്രാഫ്റ്റിനെ അഴിച്ചു പണിയേണ്ടി വന്നു. എന്നാലും മാസങ്ങൾ നീണ്ട അത്യധ്വാനത്തിലൂടെ ചാപ്ലിൻ സൃഷ്ടിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു ഉദാത്ത കലാസൃഷ്ടി തന്നെയാണ്. ഈ സിനിമയുടെ ഒരു കോപ്പി അന്ന് ഹിറ്റ്ലർക്ക് കാണാൻ വേണ്ടി ചാപ്ലിൻ അയച്ചു കൊടുത്തുവെന്നും സിനിമ പ്രൊജക്ട് ചെയ്ത് കണ്ട ശേഷം ഹിറ്റ്ലർ അത്യന്തം കുപിതനായി എന്നുമൊക്കെയുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത ലെജൻഡുകളുണ്ട്. ഈ സിനിമയ്ക്ക് അക്കൊല്ലം മികച്ച ചിത്രം, സംവിധായകൻ, തിരക്കഥ, നടൻ, ഒറിജിനൽ സ്കോർ എന്നിങ്ങനെ 5 അക്കാദമി അവാർഡ് നോമിനേഷനുകളും കിട്ടിയിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിലും നിരൂപകർക്കിടയിലും മികച്ച പ്രകടനം കൈവരിച്ച ഒന്നുകൂടിയായിരുന്നു. ഈ ഒരു ഘട്ടമായപ്പോഴേക്കും ചാപ്ലിനും പൗലറ്റും തമ്മിലുള്ള ബന്ധം അതിന്റെ ചരമസീമയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ ഇരുവരും തമ്മിൽ വളരെ അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. വിവാഹമോചനത്തിന്റെ പേരിൽ പരസ്പരം ചെളിവാരി എറിയാൻ ഇരുവരും തയ്യാറാകാതെ തന്നെയായിരുന്നു അതിന് കാരണം. വിവാഹമോചനം നേടിയ ശേഷം ഇരുവരും തികഞ്ഞ പരസ്പര ബഹുമാനം ആജീവനാന്തം നിലനിർത്തുന്നുണ്ട്. 1941 വേനൽക്കാലം ആയപ്പോഴേക്കും ചാപ്ലിൻ യുവതാരമായ ജോവാൻ ബാരി എന്ന 22-കാരിയുമായി പരിചയത്തിലാവുന്നു. പതിവിന് വിരുദ്ധമായി ജോവാനാണ് ഈ കേസിൽ ചാപ്ലിനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഇത്തവണ നായികയുടെ സൗന്ദര്യം മാത്രമല്ല അവളുടെ അഭിനയസിദ്ധിയും ചാപ്ലിനെ ആകർഷിച്ചിരുന്നു. ഈ പ്രണയബന്ധവും പക്ഷേ ഒരു ഗർഭത്തിൽ തട്ടി തകർന്നു പോകുന്നു. തന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയെ പ്രസവിച്ച് വളർത്തണമെന്ന് ജോവാൻ തീരുമാനിച്ചപ്പോൾ ചാപ്ലിൻ ഒരു അബോർഷന് വേണ്ടി വാദിച്ചു. 2 തവണയാണ് ചാപ്ലിനിൽ നിന്ന് ജോവാൻ ഗർഭം ധരിക്കുന്നതും പിന്നാലെ അത് അലസിപ്പിച്ച് കളയുന്നതും. ഈ ബന്ധം 1942 വരെ മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞും ഇവർ പരസ്പരമുള്ള ആക്രമണങ്ങൾ തുടർന്നുപോയി. 1943 ജോവാൻ ഒരു കൈത്തോക്കുമായി ചാപ്ലിന്റെ വീട്ടിൽ ചെന്ന് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒടുവിൽ താൻ ചാർലിയിൽ നിന്ന് 6 മാസം ഗർഭിണിയാണ് എന്ന പ്രസ്താവനയുമായി ജോവാൻ പ്രസിനെ സമീപിക്കുന്നു. ഗർഭപരിചരണത്തിനും ചൈൽഡ് സപ്പോർട്ടിനുമായി ചാർലിയിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി അവർ ഒരു കേസും കൊടുക്കുന്നു. മാസങ്ങൾ നീണ്ടുപോയ കേസിനൊടുവിൽ ചാപ്ലിന് വേണ്ടത്ര അലിമണി നൽകി ഈ കേസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ വിവാദം അമേരിക്കയിലെ ചാപ്ലിന്റെ ഇമേജിന് കാര്യമായ കോട്ടം സംഭവിപ്പിക്കുന്നു. ഇതൊക്കെ നടന്നതിന് ശേഷമാണ് ചാപ്ലിൻ തന്റെ അവസാനത്തെ ഭാര്യ യൂന ഓനീലിനെ പരിചയപ്പെടുന്നത്. യൂനയുടെ
17-ാം വയസ്സിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. അന്നുവരെ ചാപ്ലിൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവരുടെ ഇന്റലക്റ്റും ക്രിയേറ്റീവ് മൈൻഡ് സെറ്റും ഒക്കെ ചാപ്ലിനിൽ ഇവരോട് വലിയ ബഹുമാനം ഉളവാക്കുന്നു. തമ്മിൽ 36 വർഷത്തെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കിടയിൽ അസാമാന്യമായ മാനസിക ചേർച്ചയും ഉണ്ടായിരുന്നു. 1943 തൊട്ട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ അവർ 44-ൽ തമ്മിൽ വിവാഹിതരാകുന്നു. അതേ വർഷം തന്നെ ചാപ്ലിന്റെ ഉനയിൽ ജെറാൾഡൈൻ എന്നൊരു പെൺകുഞ്ഞും ജനിക്കുന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി പിന്നെയും 7 കുഞ്ഞുങ്ങൾ കൂടി അവർക്ക് ജനിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള കാലം സിനിമയിലെ കമ്മ്യൂണിസ്റ്റ് ചായ്വ് ആരോപിച്ചുകൊണ്ട് FBI ചാപ്ലിനെ നിരന്തരം വേട്ടയാടുന്നു. ഒടുവിൽ ചാപ്ലിൻ കുടുംബസമേതം സ്വിറ്റ്സർലൻഡിലേക്ക് കുടിയേറുന്നു. അവിടെ താമസിക്കുന്നതിനിടയിൽ 1956-ൽ ചാപ്ലിന്റെ പുതിയ സിനിമയായ എ കിങ് ഇൻ ന്യൂയോർക്ക് റിലീസാവുന്നു. അതിനും മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള കാലം ചാപ്ലിൻ പുസ്തകങ്ങൾ എഴുതാനും ചെലവിടുന്നു. 1967-ൽ മർലൻ ബ്രാൻഡോ, സോഫിയ ലോറൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് സംവിധാനം ചെയ്ത എ കൗണ്ടസ് ഫ്രം ഹോങ്കോങ് ആണ് ചാപ്ലിന്റെ ഒരേയൊരു കളർ സിനിമ. സമ്മിശ്ര പ്രതികരണങ്ങൾ മാത്രം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിരുന്നു. 1972-ൽ 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഓണറി ഓസ്കാർ സ്വീകരിക്കാൻ വേണ്ടി ചാപ്ലിൻ അമേരിക്കൻ മണ്ണിലേക്ക് താൽക്കാലികമായി മടങ്ങിയെത്തുന്നു. അവസാന കാലത്ത് ശാരീരിക അവശതകൾ ബാധിച്ച ചാപ്ലിൻ വീൽ ചെയറിലാണ് കഴിച്ചുകൂട്ടുന്നത്. 1975-ൽ എലിസബത്ത് രാജ്ഞി ചാപ്ലിനെ നൈറ്റ് പദവി നൽകി ആദരിച്ചു. 77 ഡിസംബർ 25-ന് തന്റെ 88-ാമത്തെ വയസ്സിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ചാപ്ലിന്റെ അന്ത്യമുണ്ടാവുന്നത്. സ്വിറ്റ്സർലൻഡിലെ കോസിയസ് സെമിത്തേരിയിലാണ് കുടുംബം ചാപ്ലിന്റെ ഭൗതിക ശരീരം അന്ന് അടക്കം ചെയ്തത്. ചാപ്ലിൻ മരിക്കുമ്പോൾ ഏതാണ്ട് $500 മില്യൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി. മരിച്ച കല്ലറയ്ക്കുള്ളിൽ ചെന്നിട്ടും പക്ഷേ ചാപ്ലിന് സമാധാനത്തോടെ ഉറങ്ങാനുള്ള നിയോഗം ഉണ്ടാവുന്നില്ല. അടക്കം ചെയ്ത് 3 മാസങ്ങൾക്കുള്ളിൽ ഒരു സംഘം സ്വിസ് മെക്കാനിക്കുകൾ ചേർന്ന് അദ്ദേഹത്തിന്റെ ജഡം കല്ലറയിൽ നിന്ന് മോഷ്ടിച്ച് കുടുംബത്തോട് $6 ലക്ഷം റാൻസം ആവശ്യപ്പെടുന്നു. ഈ മോഷ്ടാക്കൾ അധികം വൈകാതെ പോലീസ് പിടിയിലാവുകയും മൃതദേഹം വീണ്ടും അടക്കം ചെയ്യപ്പെടുകയും ഉണ്ടായി. ഇത്തവണ 6 അടി ഖനത്തിലുള്ള കോൺക്രീറ്റിന് ചുവടെ ആയിരുന്നു ചാർലി ചാപ്ലിന്റെ അന്ത്യവിശ്രമം എന്നു മാത്രം. അസാമാന്യ സിദ്ധികളുണ്ടായിരുന്ന അഭിനേതാവും സംവിധായകനും എഴുത്തുകാരനും നിർമ്മാതാവും സംഗീത സംവിധായകനും പ്രൊഡക്ഷൻ ഡിസൈനറും എല്ലാമായിരുന്നു ചാർലി ചാപ്ലിൻ. അതിനെല്ലാം ഉപരി അതിസങ്കീർണമായ അനവധി അടരുകളുള്ള ഒരു മനസ്സിനുടമയായ ഒരു വിചിത്ര മനുഷ്യൻ കൂടിയായിരുന്നു അയാൾ. ചാപ്ലിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഏടെടുത്ത് വെച്ച് വായിച്ച് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. സിനിമ എന്ന കലാരൂപം പിച്ചുവെച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒന്നിനൊന്ന് മികച്ച നിരവധി ചലച്ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് അസാമാന്യമായ ഒരു ക്രിയേറ്റീവ് ലെഗസി തന്നെ സൃഷ്ടിച്ച് കടന്നുപോയ അസാധാരണ ജീനിയസാണ് ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ കലയും ജീവിതവും ലോകമുള്ളിടത്തോളം കാലം നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു വല്ലാത്തൊരു കഥയുമായി ഇനിയും വരാം.